നമശിവായ. നമസ്കാരം. ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. കഴിഞ്ഞ ദിവസം നാം അധ്യായം 3 കർമ്മയോഗം ശ്രദ്ധിച്ച് കഴിഞ്ഞു. കർമ്മയോഗം അവസാനിപ്പിച്ചു. ഇന്ന് മുതൽ നമുക്ക് അധ്യായം 4 ശ്രദ്ധിക്കാം. അധ്യായം 4 ജ്ഞാന കർമ്മ സന്യാസയോഗം. അതിൽ ആദ്യ ശ്ലോകങ്ങൾ ഭഗവാൻ അർജുനനോട് പറയുന്നതാണ്. ശ്രീ ഭഗവാൻ ഉവാച. ശ്ലോകം 1. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാഹനം അഹമവ്യയം. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. ശ്ലോകം 2. ഏവം പരമ്പരാപ്രാപ്തമിമം രാജർഷയോ വിദുഃ സ കാലേ നേഹ മഹത യോഗോ നഷ്ട പരന്തപ. ശ്ലോകം 3. സ ഏവായം മയാ തേ അദ്യ യോഗഃ പ്രോക്തഃ പുരാതനഃ ഭക്തോऽസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. ഭഗവാൻ അടുപ്പിച്ച് 3 ശ്ലോകങ്ങൾ വന്നതുകൊണ്ടാണ് അങ്ങനെ ചൊല്ലിയത്. ഇവിടെ 1-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, ഒരിക്കലും നശിക്കാത്ത ഈ യോഗജ്ഞാനം ഞാൻ വിവസ്വാന് ഉപദേശിച്ചു. വിവസ്വാൻ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. ഇപ്രകാരം ഗുരു ശിഷ്യ പരമ്പരയാൽ പ്രാപ്തമാകുന്ന ഈ ജ്ഞാനം രാജർഷികൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. 2-ാമത്തെ ശ്ലോകത്തിനർത്ഥം, അല്ലയോ ശ്രേഷ്ഠമായ തപസ്സനുഷ്ഠിക്കുന്ന അർജുന, ഇങ്ങനെ പരമ്പരാപ്രോക്തമായി ലഭിക്കുന്ന യോഗം രാജർഷിമാർ മനസ്സിലാക്കി. എന്നാൽ ഈ യോഗം ഏറെക്കാലമായി ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടതായിരുന്നു. 3-ാം ശ്ലോകം നോക്കിയാൽ, ആ പുരാതനമായ യോഗത്തെ ഇന്ന് ഞാൻ നിനക്ക് ഉപദേശിക്കുന്നു. കാരണം നീ എൻ്റെ പ്രിയഭക്തനും മിത്രവുമാണ്. കൂടാതെ ഈ യോഗം ഉത്തമ രഹസ്യവുമാണ്. അതായത് വിവസ്വാൻ എന്ന നാമം സൂര്യൻ്റേതാണ്. എന്നാൽ ഈ പ്രകരണത്തിൽ പറയുന്ന വിവസ്വാൻ രാജർഷിയായ മറ്റൊരാളാണ്. രാജർഷിയായ വിവസ്വാൻ്റെ പുത്രനായ മനുവിനെയാണ് പ്രജകളുടെ പ്രഥമ രാജാവായി വാഴിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഗുരുവാകട്ടെ വസിഷ്ഠനുമാണ്. അതുകൊണ്ടാണ് സൂര്യവംശ രാജാക്കന്മാരുടെ കുലഗുരു വസിഷ്ഠനായ എന്ന് പറയാൻ കാരണം. ശ്രീകൃഷ്ണൻ പൂർവ്വജന്മത്തിൽ വസിഷ്ഠനായി പിറന്നിരുന്നു. അന്ന് വിവസ്വാൻ എന്ന പേരുള്ള ക്ഷത്രിയന് ഈ വിദ്യ ഉപദേശിച്ചു നൽകി. അദ്ദേഹത്തിൻ്റെ മകനായ മനുവിനെ പരിപൂർണ രാജനീതിയിൽ നിപുണനാണെന്ന് കണ്ട് പ്രജകൾ പ്രഥമ രാജാവായി വാഴിച്ചു. ഇതാണ് ചരിത്രം, മനുവിൻ്റെ ചരിത്രം. മനുവിൻ്റെ അച്ഛനായ വിവസ്വാന് ആ പേര് കിട്ടിയത് ഗൗണികമായാണ്. കാരണം വേദത്തിൽ രാജനീതി വിഷയകമായി കടന്നുവരുന്ന സർവ്വ ഉപദേശങ്ങളും സൂര്യനെ ഉപമയാക്കിയാണ്. രാജനൈതിക വിദ്യയിൽ പാരംഗതനാകിയാൽ ശിഷ്യനിൽ സംപ്രീതനായ ഗുരു വസിഷ്ഠൻ വിവസ്വാൻ എന്ന പേര് ഇദ്ദേഹത്തിന് നൽകി. സൂര്യസമാനമായി ഏവർക്കും തുല്യമായി രാജ്യഭരണം നടത്തുകയാണ് വിവസ്വാൻ ചെയ്തതെന്ന സാരം. ഈ പേരുകളെല്ലാം ഗൗണികമാണെന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അശ്വമേധയാഗം നടക്കുമ്പോൾ പാരിപ്ലവാഖ്യാനത്തിൽ ഓരോ അശ്വമേധ യജ്ഞത്തിൻ്റെയും യജമാനന് ഭിന്ന ഭിന്ന ദിവസങ്ങളിൽ മനുവൈവസ്വത
യമവൈവസ്വത എന്നിങ്ങനെ പേര് നൽകി വരുന്നതായി കാണാം. ഇതിൽ നിന്ന് രാജാവിൻ്റെ വ്യക്തിവിശേഷങ്ങളാണ് ഈ നാമത്തിന് പിറകിലെന്ന് കണ്ടെത്താനാകും. അങ്ങനെ മനുവംശ പരമ്പര തുടങ്ങുന്ന കാര്യവും ഇതിൽ സൂചിപ്പിക്കുന്നു. അത്രയും മനോഹരമായ കാര്യമാണ് ഞാൻ നിനക്കിപ്പോൾ വിവസ്വാനും എല്ലാം ഉപദേശിച്ചു കൊടുത്ത, വിവസ്വാൻ മനുവിന് ഉപദേശിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിനക്ക് ഉപദേശിക്കുന്നത് അർജുന എന്ന് പറയുകയാണ് ഭഗവാൻ. അതിൻ്റെ കുറച്ചുകൂടി പറയാനുണ്ട്. അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. ഈ പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ 4-ാം അധ്യായത്തിൻ്റെ തുടക്കം നാം ശ്രദ്ധിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. നമഃ ശിവായ. നമസ്കാരം.